നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ് ഓൺ എലിറ്റ് വിത്ത് യൂരി ബേസിസ്. ഓക്കെ, ലേൺ ചെയ്യുക ഏൺ ചെയ്യുക, അതാണ് നമ്മുടെ സ്ട്രാറ്റജി. നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ഫസ്റ്റ് നിഫ്റ്റി ലാസ്റ്റ് വീഡിയോ ഞാൻ എന്താ പറഞ്ഞായിരുന്നു, പ്രൈസ് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വരികയാണെങ്കിൽ മച്ച് ബെറ്ററാണ്. ഏതായിരുന്നു നമ്മുടെ റെസിസ്റ്റൻസ് ഏരിയ, ഇതാണ്. ഞാൻ സ്ട്രക്ചർ റീഡ് ചെയ്തുകൊണ്ടിരിക്കുക. സ്ട്രക്ചർ നമ്മൾ റീഡ് ചെയ്യുന്നത് എങ്ങനെ, ഇത് 1 2 3. ഓക്കെ, 1 2 3 സോറി എ ബി സി, സിയുടെ ഫൈനൽ അതിൽ 1 2 3 4 5 അങ്ങനെ ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് സിയിലാണ് പ്രൈസ് മുകളിലേക്ക് പോകുന്നത്, കറക്ഷൻസിലാണ് പ്രൈസ് മുകളിലേക്ക്. ഇതാണ് എ, ഇത് ബി ആൻഡ് സി. ഇങ്ങനെയാണ് സി ഇവിടെ വരെ പോകുന്നതാണ് എൻ്റെ ഒരു മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ തന്നെയാണ്. ലാസ്റ്റ് വീഡിയോ പ്രോപ്പർലി ഞാൻ പറയുന്നത്. ദാറ്റ് മീൻസ് സി ഇവിടെ വരെ പോകും ആൻഡ് സിയുടെ അകത്ത് 5 മൂവ്സ് ഉണ്ടാകും പ്രോപ്പർലി 1 2 3 4 5 8. ബട്ട് സ്മോൾ ടൈം ഫ്രെയിമിൽ അവർ കൺഫ്യൂസ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു അന്നത്തെ ഒരു മൂവ് ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ഫ്രൈഡേയുടെ മൂവ്, ഇത് റീഡ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. ഇതാണ് എന്നെ കൺഫ്യൂസ്ഡ് ആക്കി. അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിരുന്നു. ദാറ്റ് മീൻസ് പ്രൈസ് ക്ലിയർലി നമുക്ക് ഇവിടെ വരെ കിട്ടിയേനെ. എത്ര 26,240. ഇതന്നെ ഇവിടെ നിന്ന് ഫോൾ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി മൂവ് നമുക്ക് താഴെ കിട്ടിയത്. ബട്ട് യെസ്, ഇന്ന് എന്ത് ചെയ്തു, ഇവർ ഡബിൾ ടോപ്പ് ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് വീഡിയോ അവർ അന്ന് തന്നെ ഡബിൾ ടോപ്പ് ഇടുമെങ്കിൽ ആൻഡ് ഡൗൺ ഫോൾ. എൻ്റെ ഒരു ചെറിയൊരു ഒരു കൺഫ്യൂഷൻ അവർക്ക് കിട്ടിയത് എന്ന് വെച്ചാൽ ഫ്രൈഡേ ആ ഒരു മൂവ് ആകെ കൺഫ്യൂസിങ് മൂവ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എക്സ്പെക്ട് ചെയ്തത് എന്താണ്, പ്രൈസ് നമ്മുടെ ഇവിടുന്ന് എ ബി സി സ്ട്രക്ചറിലെ സി എപ്പോഴും അങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സോ പ്രൈസ് എക്സാക്ട്ലി 127% നമ്മൾ കിട്ടിയെന്നെ. ദാറ്റ് മീൻസ് ഇവിടെ നല്ലൊരു ഹേർഡൽ ഉണ്ടായിരുന്നു. 127% ആൻഡ് മറ്റേ 81.2 രണ്ടും കൂടി ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ മൂവ് ഈസി മൂവ് നമുക്ക് കിട്ടിയെന്നെ. അതാണ്. ബട്ട് ഇന്ന് അതൊന്നും നടന്നില്ല നമ്മൾ ഉദ്ദേശിച്ച പോലെ. നോ പ്രോബ്ലം. ബട്ട് യെസ്, ഉദ്ദേശിച്ച അവിടെ നിന്ന് പിന്നെ ഫോളാണ് ഉദ്ദേശിച്ചത്. പ്രോപ്പർലി ഞാൻ പറഞ്ഞായിരുന്നു പ്രൈസ് ഇതിൻ്റെ അബവ് പോകാൻ ഇത്ര ഈസി അല്ല. 26,240 ഭയങ്കര നല്ലൊരു കട്ട റെസിസ്റ്റൻസ് ആണ്. പിന്നെ ഈ പ്രൈസ് താഴേക്ക് പോകുന്നത് എ ബി സി ആൻഡ് മുകളിലേക്ക് പോകുന്നത് എ ബി സി സ്ട്രക്ചർ. ദാറ്റ് മീൻസ് കറക്ഷൻസ് ഓൺ ഗോയിങ് ആണ്. കറക്ഷൻസ് എന്ന് പറഞ്ഞാൽ പ്രൈസ് റേഞ്ച് ബൗണ്ട് പ്ലസ് കറക്ഷൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ റേഞ്ച് ബൗണ്ട് പ്ലസ് ടൈം ടേക്കിംഗ് ആയിരിക്കും ആൻഡ് ബുള്ളിഷ് അല്ല. പ്രൈസ് ഇവിടെ 3 മൂവ്സിലാണ് മുകളിലേക്ക് പോയിരിക്കുന്നത്. ഇത് കണ്ടോ, 1 2 3 മൂവ്സ് എന്ന് പറഞ്ഞാൽ എ ബി സി കറക്ഷൻസ് ആണ്. ദാറ്റ് മീൻസ് ഇമ്പൾസ് അല്ല. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ബുള്ളിഷ്. 1 2 3 4 5 ആയിട്ട് പോകുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ബുള്ളിഷ് മൂവ്. ഇത് 1 2 3 ഇവിടെ തീർക്കുന്നത് ഇത് 1 2 3 ആണ്. ഇത് കണ്ട 1 2 3. പിന്നെ ഫോർത്തിൻ്റെ ഫോൾ വരണമെങ്കിൽ 2യുടെ ഒപ്പം വരണം. വീഡിയോസ് കണ്ടില്ലെങ്കിൽ റെഗുലർ വീഡിയോസ് കാണണം. ലേണിംഗ് വീഡിയോസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എക്സാക്ട്ലി പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് വേവിൻ്റെ ഫോൾ ആൻഡ് ഫോർത്തിൻ്റെ ഫോൾ. സെക്കൻഡിൻ്റെ ഫോൾ ആൻഡ് ഫോർത്തിൻ്റെ ഫോൾ ഓൾമോസ്റ്റ് സിമിലർ ഉണ്ടാവണം. ഓക്കെ, സോ ഓൾമോസ്റ്റ് സിമിലർ ആണെങ്കിൽ മാത്രമേ നമുക്കത് ഇത് കൗണ്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് അത് ഫോർത്താണ്. ഈ സിനാരിയോയിൽ ഇത് കണ്ട, ഇത് ഇത്ര കുഞ്ഞു ഫോളാണ്, പക്ഷേ ഇത് ഹ്യൂജ് ഫോളാണ്. സോ അതുകൊണ്ടാണ് ഇത് നമ്മൾ എന്താ കൗണ്ട് ചെയ്യാത്തത്, ഫോർത്ത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇത് എ ബി സി. ഓക്കെ, പിന്നെ ഫോർത്തിൻ്റെ ഫോൾ ആണെങ്കിൽ മാക്സിമം 50% വരാവുള്ളൂ, അങ്ങനെ ഒരു സിനാരിയോ. ബട്ട് ഈ ഫോൾ 61.80% ഉണ്ട്. ദെൻ ഈ ഫോളിനേക്കാളും ഇവിടെ കണ്ടോ, ഈ ഫോളിനേക്കാളും ഇതിനേക്കാളും ഹ്യൂജ് ഫോളാണ്. സോ ഇത് ഒരിക്കലും ഫോർത്ത് കൂട്ടാൻ ചാൻസസ് ഇല്ല. റെയർ മീൻസ് നമ്മൾ എലിറ്റ് വ്യൂസ് ഇത് കൂട്ടിയില്ല. ബാക്കി ആരെങ്കിലും കൂട്ടുകയാണെങ്കിൽ കൂട്ടിക്കപ്പോൾ ഇത് അങ്ങനെ കൂട്ടാൻ പറ്റില്ല. അപ്പോൾ അത് എന്താ വെച്ചാൽ ഇത് പിന്നെ സ്ട്രക്ചർ പെട്ടെന്ന് സ്ട്രക്ചർ എന്ത് ചെയ്യും, നമ്മൾ കൗണ്ട് ചെയ്യും 1 2 3 4 5 അങ്ങനെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അത് എ ബി സി ആയിട്ട് എ ബി സി ആൻഡ് ബി വരും. പിന്നെ സി മോഡിലേക്ക് പോകും. സിയിൽ 5 മൂവ്സ് ഉണ്ടാവും. കറക്ഷൻസ് എന്ന് പറഞ്ഞാൽ സ്ലോ മൂവ് ആണ്. സ്ലോ. ഓക്കെ, ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് മൂവ്. അടിപൊളി നല്ല ഒരു ഹെൽത്തി മൂവ്സ് നമുക്ക് കിട്ടും, ഫാസ്റ്റ് മൂവ് കിട്ടും. ഓക്കെ, പ്രീമിയംസ് അതിൽ മൂവ് ചെയ്യും. അതാണ് അതിൻ്റെ അർത്ഥം, ഉദ്ദേശം. സോ ഈ ഒരു സിനാരിയോയിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇപ്പോൾ വരുന്നത് ഈ ഒരു ഹൈ ആൻഡ് ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് ലൈൻ മാർക്ക് ചെയ്യുക. ഇപ്പോൾ വീണ്ടും കറക്ഷൻസ് ഓൺ ഗോയിങ് ആണ്. താഴേക്ക് തന്നെ പ്രൈസ് വന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റിൽ. പ്രൈസ് ഇനി ഇത് ആക്ച്വലി ഇത് കൗണ്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് ബിഗർ ടൈം ഫ്രെയിമിൽ കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. എനിവേ, ഇപ്പോൾ ഇത് കൂടുതൽ ഞാൻ എക്സ്പ്ലനേഷൻ തന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം വെച്ചാൽ കൺഫ്യൂസിങ് സ്ട്രക്ചറാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ, ക്ലോൺ എടുത്ത് താഴെ വെച്ചാൽ മതി. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സപ്പോർട്ട് ഏരിയ. ഇനി പ്രൈസ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരുമോ, ഡയറക്റ്റ് ഇവിടെ വരുമോ അതെനിക്കറിയില്ല. ബട്ട് ഓൾമോസ്റ്റ് എവിടെയെങ്കിലും ടച്ച് ചെയ്യണം ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈനിൻ്റെ അവിടെ. ഓക്കെ, താഴത്തെ ബ്ലാക്ക് സപ്പോർട്ട് ലൈനിൻ്റെ അവിടെ പ്രൈസ് ടച്ച് ചെയ്യാറുണ്ട്. ഓക്കെ, നാളെ തന്നെ വരുമോ അല്ലെങ്കിൽ അടുത്ത ദിവസം വരുമോ എനിക്ക് അറിയില്ല. ബട്ട് ഈ പ്രൈസ് ഇവിടെ വരും എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ ഇതിനൊക്കെ നമ്മുടെ എക്സാക്റ്റ് ഇവിടെ ഡബിൾ ബോട്ടം ഉണ്ടാക്കി വെച്ചേക്കണം പ്രൈസ്.
സോ ഡബിൾ ബോട്ടം ഉണ്ടാക്കി വെച്ചെങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് റീഡ് ചെയ്യാൻ എങ്ങനെയാണ് ഈ പ്രൈസ്. ഇനി ഈ ഒരു ലെഗ് മാത്രമേ നമുക്ക് റീഡ് ചെയ്യാനുള്ളത്. ഇത് കണ്ടോ, ഇത് 1 2, ഇത് ഫുൾ 3 ആൻഡ് ഫോർത്ത് ഇൻ പോകുന്ന വീണ്ടും ഫിഫ്ത്ത് അങ്ങനെ പറയാം. ഓക്കെ റൈറ്റ്. കാരണം വെച്ചാൽ ഇത് ഐ തിങ്ക് ABC തന്നെയാണ്. 1 2 3 ABC ബി ഡെമൗണ്ട് കണ്ട. ഇതാണ് പ്രശ്നം. ഇത് ഇവിടെ കണ്ടോ 1, ഈ ഫോൾ ഇവിടെ നിന്ന് വന്ന കണ്ടോ ഫോൾ കണ്ടോ 1 2 3. ഇത് താഴേക്ക് ഫോൾ വന്നു 1, മുകളിലേക്ക് പോയാൽ 2, താഴേക്ക് വീണ്ടും 3 വന്നു. ഓക്കെ 3 വന്നു, 4 വന്നു ആൻഡ് ദെൻ ഫിഫ്ത്ത്. സോ ഇവിടെ 1 2 3 4 5 5 മൂവ്സ് കണ്ടിട്ട് മുകളിലേക്ക് പോയേക്കണേ ബി. സിംഗിൾ മൂവിലാണ് മുകളിലേക്ക് പോയേക്കണേ. എന്താണ് റീഡ് ചെയ്യാൻ, ഇങ്ങനെയാണ് റീഡ് ചെയ്യാറുള്ളൂ. റൈറ്റ്, ശ്രദ്ധിക്കുക. ഒന്നുകൂടി ഞാൻ പറയാം. ഇത് 1 2 3 4 5 മൂവ്സ് ഇമ്പൾസീവ് മൂവാണ്. ബട്ട് മുകളിലേക്ക് പോയേക്കണേ ഒറ്റടിക്കുകയാണ്. സിംഗിൾ മൂവിൽ വിതൗട്ട് റീട്രേസ്മെൻ്റ് ആണ്. സെയിം ടൈം ഫ്രെയിമിൽ, ഡിഫറെൻറ്റ് ടൈം ഫ്രെയിമിൽ സെയിം ടൈം ഫ്രെയിം റീഡ് ചെയ്യണം. സോ ഏത് 5 മിനിറ്റ്സ് ടൈം റീഡ് ചെയ്യുകയാണെങ്കിൽ സെയിം ടൈം. സോ സിംഗിൾ മൂവിലാണ് മുകളിലേക്ക് പോയേക്കുന്നത്. ഓക്കെ, സിംഗിൾ മൂവ് പോയിക്കഴിഞ്ഞാൽ എൻ്റെ റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് ബി മാത്രമേ കൗണ്ട് ചെയ്യാൻ പറ്റൂ. ആൻഡ് ബി മാക്സിമം 81.20% വരാവുള്ളൂ. പ്രൈസ് എന്ത് ചെയ്തു, 81 ആവാൻ പോയിട്ട് 100% വരെ ടച്ച് ചെയ്യാതെ റിജക്ഷൻ എടുത്ത് റിജക്ഷൻ ക്യാൻഡിൽ ഫോം ചെയ്ത് താഴേക്ക് വന്നു. സോ അത് സിംഗിൾ മൂവ് പോവുകയാണെങ്കിൽ അത് ബി ആണ്. ബിയുടെ ബിഹേവിയർ അങ്ങനെയാണ് യൂഷ്വലി. അത് അപ്കമിങ് ടൈമിൽ പതിയെ മനസ്സിലാവുള്ളൂ. ടൈം എടുക്കും. ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ ഇപ്പോൾ തരുന്നില്ല, അല്ലെങ്കിൽ കൺഫ്യൂഷൻ കിട്ടും. സോ എന്തായാലും നാളത്തെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇനി താഴേക്ക് പോകുന്നത് പ്രൈസ് സിയിലാണ്. ഓക്കെ, സോ AB ഓവറോൾ സിയിലാണ് പ്രൈസ് താഴേക്ക് പോകുന്നത്. ഓക്കെ, താഴേക്ക് യെസ്, ഇത് ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യാൻ. ഇനി ഈ ഒരു വന്ന ബൗൺസ്. ഓക്കെ, സോ ഫർദർ സപ്പോർട്ട്സ് നമ്മൾ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്തു. 840 ആൻഡ് 820 അത് ഓൾറെഡി മാർക്ക്ഡ് ആണ്. ഇനി നോക്കാനുള്ളത് നമുക്ക് സ്മോൾ ടൈം ഫ്രെയിമിൽ. സ്മോൾ ടൈം ഫ്രെയിമിൽ പ്രൈസ് പോയേക്കണേ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കാം എങ്ങനെയാണ് പോയേക്കണേ. കണ്ടോ 1 2 3 4 5 8. ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. കണ്ടോ പോയിക്കണേ ഇങ്ങനെ ഇത് 1 2 3 4 5 8. 5 8 പ്രൈസ് ഇപ്പോൾ മുകളിലേക്ക് പോയേക്കണേ. താഴേക്ക് വരുന്നത് ABC നേച്ചറിലാണ്. ABC. ഇനി നാളെ ഡിസിഷൻ ടേക്കിംഗ് ഒരു ഇതാണ്. ഫസ്റ്റ് മോർണിംഗ് തന്നെ ആയിരിക്കുള്ളൂ ലെവൽ. ഈ ഫുൾ ഫോളിൻ്റെ 81.20% അതാണ് മാർക്ക് ചെയ്യാനുള്ളത്. ഫുൾ ഫോളിൻ്റെ 80. സ്മോൾ ടൈം ഫ്രെയിമിലാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ബിഗർ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ വീക്ക്നെസ് ആണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് ഈ റീഡ് ദാറ്റ് മീൻസ് 909. സോ മോർണിംഗ് ഓപ്പണിംഗ് എങ്ങനെയാണ് 909 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീക്ക്നെസ് ആണ്. ഫർദർ ഈ ലോ ബ്രേക്ക് ചെയ്യും. പിന്നെ നമ്മുടെ ഈ ഒരു 840 820 ഓപ്പൺ ആയിരിക്കും. ശ്രദ്ധിക്കുക. ഇൻ കേസ് 909 ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, 909 ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് പ്രൈസ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് പ്രൈസ് പിന്നെ മുകളിലേക്ക് പോകും. കാരണം വെച്ചാൽ ഈ പ്രൈസ് ഇവിടുന്ന് ഇത് പോയിക്കണേ എങ്ങനെയാണ് 1 2 3 4 5 ഇമ്പൾസീവ് മൂവിലാണ് 5 മൂവ്സ് പോയിക്കണേ. താഴേക്ക് വന്നിങ്ങനെ ABC ആയിട്ടാണ്. 909 നാളെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇവിടെ സപ്പോർട്ട് തിരിച്ചു കയറുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മുകളിൽ ഈ ഒരു ഏരിയയിൽ വീണ്ടും മുകളിലേക്ക് നമുക്ക് പ്ലേ ചെയ്യാം. സ്മോൾ ടൈം ഫ്രെയിമാണ് ഞാൻ ഇപ്പോൾ പറയണത്. ഓക്കെ സോ മോർണിംഗ് ഡിസിഷൻ ടേക്കിംഗ് ആയിരിക്കും ഈ ഒരു ലെവൽ 909. ഓക്കെ 900. ഇവിടെ ഇത് ബ്രേക്ക് ചെയ്ത് ഇതിൻ്റെ ബിലോ പ്രൈസ് പോവുകയാണെങ്കിൽ സോ ചാൻസസ് ഉണ്ട് പിന്നെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാൻ. ഓക്കെ, ഈ ലോ ബ്രേക്ക് ചെയ്യും പിന്നെ താഴേക്ക് പ്ലേ ചെയ്തു. അത് ഇത് 840 ആൻഡ് 820. പിന്നെ ഫോർ ദ ഡൗൺ സൈഡിലേക്ക് നമുക്ക് കിട്ടും. ഞാൻ ആക്റ്റീവ് ആകും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഇൻ കേസ് ഇത് ഹോൾഡ് ചെയ്ത് തിരിച്ച് കയറുവാണെങ്കിൽ സോ അത് ആ ഒരു സിനാരിയോയിൽ എന്തായി 5 മൂവ്സ് കൂട്ടി 1 2 3 1 ഇത് 2 ആയി 81.20% പെർഫെക്റ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് 3 പിന്നെ പ്ലേ ചെയ്തു. 3 ആ ഒരു സിനാരിയോ 3 എങ്ങനെ പ്ലേ ചെയ്യും, ഇങ്ങനെ 909 ലോ ആണെങ്കിൽ ഓക്കെ സോ 3 പ്ലേ ചെയ്ത് എങ്ങനെ ഓക്കെ 127 161.80% അങ്ങനെ മുകളിലേക്ക് പ്ലേ ചെയ്യുക. സോ ഡിസൈഡിങ് ലെവലായിരിക്കും 909. ഇതിൻ്റെ ബിലോ പ്രൈസ് പോവുകയാണെങ്കിൽ ഡൗൺ സൈഡ് ആണ്. അത്രേ ഉള്ളൂ സ്മോൾ ടൈം ഫ്രെയിം. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. കൂടുതൽ എക്സ്പ്ലനേഷൻ ഞാനിപ്പോൾ തരുന്നില്ല. ഓക്കെ, കൺഫ്യൂസിങ് സ്ട്രക്ചറാണ്. ഈസി പിടികിട്ടത്തില്ല. ഇച്ചിരി ടഫാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റീഡ് ചെയ്യാൻ ഇച്ചിരി ടഫായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ബാങ്ക് നിഫ്റ്റി കിടക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇത് പ്രൈസ് പോയിങ്ങനെ AB. ഓക്കെ, സോ ഇതിൻ്റെ ഹൈ ആണ് സപ്പോർട്ട് ആൻഡ് ഇത് ഡിലീറ്റ് ചെയ്തു. ഇനി ഓവറോൾ പ്രൈസിൻ്റെ മുകളിലേക്ക് പോയി ആൻഡ് ദെൻ ഇതിൻ്റെ 81.20%. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിയിട്ടേ പ്ലേ ചെയ്യാവുള്ളൂ. 81.20% ഈ ഒരു ലോ കണ്ട അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലോ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോകും. ഇത് ബ്രേക്ക് ചെയ്താൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താൽ ഫോർ ദ ഡൗൺ സൈഡ് പ്ലേ ചെയ്യാം. ഓക്കെ, അത്ര ഉള്ളൂ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്. സെൻസെക്സ് പോകാം. സെൻസെക്സിൻ്റെ ഈ ഒരു ലോ ആൻഡ് റെസിസ്റ്റൻസ് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ് ആൻഡ് ഓവറോൾ 81.20% നമുക്ക് ഫുൾ ഈ ലെഗിൻ്റെ ഇങ്ങനെ നോക്കിയാൽ മതി.
ഓക്കെ, എക്സാക്ട്ലി അത് തന്നെയാണ്. ഇത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഇത് ഹോൾഡ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ലോ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് പ്ലേ ചെയ്യാം. ഇതിൽ ഹോൾഡ് ചെയ്യുന്നില്ലെങ്കിൽ താഴേക്ക് തരും 100%, 127, 161% ഈ ഒരു ലെവൽ പുറത്ത് മാർക്ക് ചെയ്ത് നിങ്ങൾ സ്ട്രക്ചറിൽ. ഓക്കെ, 127% ഞാൻ മാർക്ക് ചെയ്ത് വീക്ക്നെസ് ആണ് ഓവറോൾ. ബട്ട് ബൗൺസ് തന്നിട്ടേ ഫോൾ വരുള്ളൂ എന്നാണ് ഒരു ഡൗട്ട്. ഓക്കെ, എങ്ങനെയാണ് അത് നോക്കേണ്ടി വരും. ഡയറക്റ്റ് അത് ഓപ്പണിങ്ങിൽ ഡിപ്പെൻഡാണ്. ഓക്കെ, നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. ഫോൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഒന്നും ഇതിനകത്ത് എനിക്ക് കാണുന്നില്ല, റീഡ് ചെയ്യാൻ പറ്റിയതൊന്നുമില്ല. ഓവറോൾ നല്ലൊരു ഫോളാണ് കണ്ട. ഇതിൻ്റെ അബവ് ഇനി പ്രൈസ് ബുള്ളിഷ് ഉള്ളൂ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൽ. ആൻഡ് ഭയങ്കര വീക്ക്നെസ് ഉണ്ട് ഓവറോൾ ഇതിൻ്റെ. ഓവറോൾ ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് റീഡ് ചെയ്യാനുള്ളത് എന്താണ്, നമ്മുടെ ഈ ഒരു ഹൈ പിടിക്കാം. സോ ഫോൾ വന്നെങ്ങനെ ഇവിടുന്ന് എ, ബി ടു ബൗൺസ് ആൻഡ് സി. ഇതിനകത്ത് നിങ്ങൾ ഡിഫറെൻറ്റ് ഇതിനകത്ത് ഇൻഡെക്സിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനില്ലെങ്കിൽ ഞാൻ കാണിക്കുന്നത് എങ്ങനെയാണ് അതൊന്നും മനസ്സിലാക്കിയെടുക്കുക, പഠിക്കുക, മനസ്സിലായോ. സോ അത് നമ്മൾ ലേൺ ചെയ്യാൻ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഡിഫറെൻറ്റ് ചാർട്ട്സ് ഉണ്ടല്ലോ. നിങ്ങൾ സ്റ്റോക്ക് നിങ്ങൾ ഹോൾഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ചാർട്ട്സ് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ ഈസി ഒരു ഐഡിയ കിട്ടും. എങ്ങനെയാണ് ഹോൾഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് അത് പഠിക്കേണ്ടത്. ഓക്കെ, സോ ഇതാണ് നെക്സ്റ്റ് ലെവൽ. നമ്മുടെ പറഞ്ഞ 160, 27%, 140 ആൻഡ് 161.80% അങ്ങനെയാണ്. സോ പ്രൈസ് മേ ബി ടു ബൗൺസ് ചെയ്യണമെങ്കിൽ സപ്പോർട്ട് ഏരിയ ഇത് തന്നെയാണ്. ഇതിൻ്റെ റിവേഴ്സൽ എടുക്കാനില്ല. ബട്ട് യെസ്, പ്രൈസ് സപ്പോർട്ട് ബൗൺസ് തരും. ബൗൺസ് എന്നിട്ട് പിന്നെ സപ്പോർട്ട് ഏരിയ തന്നെ കാണുന്നുള്ളൂ. ഓക്കെ, സോ ഈ ഒരു ലെഗ് മാത്രം കാട്ട് ചെയ്ത് ഇത് കണ്ട ഹ്യൂജ് ഗ്യാപ്പാണ്. 1, 2, 3 ഇങ്ങനെ. സിയിൽ ABC ആയിട്ടാണ് ഇത് കൗണ്ട് ചെയ്യണത്. ഫുൾ ബിഗർ ടൈപ്പിൽ ABC. സിയിൽ 5 മൂവ്സ് ഉണ്ടാവും. സിയിൽ ഇത് തന്നെ നല്ല ഹ്യൂജ് മൂവാണ്. സോ ബൗൺസ് ബി, സോറി 1, ഇത് ഇവിടെ വരെ 2, 3. സോ മേ ബി ഒരു ബൗൺസ് ആൻഡ് പിന്നെ ഒരു ഡൗൺ. അല്ലെങ്കിൽ ഇവിടെ സപ്പോർട്ട് ചെയ്ത് തിന്ന് മുകളിലേക്ക് ഒരു ബൗൺസ് തരും, പിന്നെ ഡൗൺ, അങ്ങനെയാണ്. ഓക്കെ, ഇതിൻ്റെ ബുള്ളിഷ്നെസ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? ബുള്ളിഷ്നെസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഒരു സപ്പോർട്ട് ലൈൻ എപ്പോഴും മാർക്ക് ചെയ്ത് വെക്കുക, അങ്ങനെ സപ്പോർട്ട് ലൈൻ. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണം. താങ്ക് യു സോ മച്ച്.